ഗൈസ് അപ്പോൾ വണ്ടി ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്, അത് നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. അവിടെ ഇവിടെയാണ് ഇതിൻ്റെ ഹീറ്റിംഗ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ പുത്തൻ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് വർക്ക്ഷോപ്പിൽ തന്നെയാണ്. നമ്മുടെ സിയർ അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് സംഭവമൊക്കെ അഴിക്കാൻ പോകട്ടോ, അഴിച്ച് തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഫ്രെയിമിൻ്റെ അവിടെയും ഒക്കെ ആയിട്ട് കുറച്ച് തുരുമ്പുണ്ട്, പാച്ച് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. അതിനൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഡെൻറ്റ് എടുക്കാനുള്ള വർക്ക് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഓൾറെഡി ചെയ്തു. ഇവിടെ ഒരു ഡെൻറ്റ് ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളിലായിരുന്നു, അതൊക്കെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബീഡിങ് വാങ്ങിക്കാൻ കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഡൗട്ടാണ്. എന്താണെങ്കിലും നമുക്ക് ഒപ്പിക്കണം എവിടെ നിന്നാണെങ്കിലും. ഇതിൻ്റെ മെയിൻ ഗ്ലാസ്സിന് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ റെസ്റ്റ് ഇരുന്നിട്ട് ഇതിന് ഇങ്ങനെ ഒരു അൺഈവൻ ഷേപ്പായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ് ചേഞ്ച് ചെയ്യണം. ഇതും അതേപോലെ തന്നെ ഫുള്ള് സിലിക്കോൺ ഇട്ടിട്ടാണ് നിർത്തിയേക്കണേ. ഈ ബീഡിങ് ഇതൊന്നും നമുക്കൊരു വാങ്ങിക്കാൻ കിട്ടില്ല, അത് നോക്കണ്ട. ഇതും ഇവിടെ ഇങ്ങനെ ഒരു പീസ് ഇപ്പോൾ ഇട്ടേക്കണം കേട്ടോ. ഇതൊരു പീസ് ഇട്ടാലേ കേട്ടോ ഇവിടെ. ഇവിടെ ഒരു പീസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക ഷേപ്പാക്കി എടുക്കാനുണ്ട്. ഇവിടെ ഇനി അഴിച്ചുകൊണ്ടിരിക്കുകയാണത്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഫുള്ള് അങ്ങനെ അതെ അവിടം വരെ എത്തി. ഗായ്സ് നമ്മുടെ ഗ്ലാസ് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ്സിനകത്ത് പാച്ച് വർക്ക് ഉണ്ട്, കണ്ടിൽ ഇവിടെ തുരുമ്പുണ്ട്. അപ്പോൾ ഇതിൽ കൂടിയാണ് വണ്ടിയുടെ അകത്തോട്ട് വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നത്. ചെറുതായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു വണ്ടിയുടെ അകത്തേക്ക്. നമുക്ക് ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടിയുടെ അകത്ത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ മാറ്റി എടുക്കുന്നതുകൊണ്ട് ഭയങ്കര വൃത്തിയായിട്ട് സ്മെല്ല് വരും. അത് ഈ സിയറയുടെ വർക്ക് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ പഴയ ബീഡിംഗ് ഒക്കെ തന്നെ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് വെട്ടിക്കൂട്ടി പണിയെടുത്തായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കും. ഗ്ലാസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അപാകതകളുണ്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ ഹെഡ്ലൈറ്റ് സംഭവങ്ങളൊക്കെ ഫിക്സ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇന്നൊരു ബ്രേക്ക് ക്ലച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പം ഇതിൻ്റെ ഡോറിൻ്റെ ഹാൻഡിൽ, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്, ബാക്കിലെ ഗ്ലാസ്, എല്ലാ സാധനങ്ങളും ഫിക്സ് ചെയ്തിട്ട് നോക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. പ്രശ്നമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഫൈനൽ പെയിൻറ്റിങ്ങിൽ, അതായത് ഇപ്പോൾ ബേസാണ് അടിച്ചേക്കണേ. ഫസ്റ്റ് കോട്ട്, സെക്കൻഡ് കോട്ട്, പിന്നെ അതുപോലെ തന്നെ ക്ലിയർ കാര്യങ്ങളൊക്കെ അടിച്ച് ഫുള്ള് സെറ്റാക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇതൊരു ഒന്നൊന്നര സാധനം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ പഴയ മോഡൽ വണ്ടിക്ക് മാത്രമാണ് ഈ ഒരു ലുക്കിലുള്ളൂ. ടെർബോ സിയറയ്ക്ക് വന്നേക്കണത് ഇത്രയും ലുക്കില്ലാത്തതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പുറത്തുള്ളൊരു വണ്ടിയുടെ ഒരു ലെവലിലാണ് അവരിത് ചെയ്തേക്കണേ. പിന്നെ മാത്രമല്ല ഇതിൻ്റെ നമ്മുടെ നമ്പർ പ്ലേറ്റിലേക്ക്, ലൈസൻസ് പ്ലേറ്റിലേക്കുള്ള ലൈറ്റ് വരുന്നത് കണ്ടോ, ഇതിനകത്തു നിന്നാണ് ലൈറ്റ് തന്നെ. അതൊക്കെ ചുമ്മാ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഈ ഒരു ലുക്കുള്ള ബമ്പർ ടെർബോ ഇല്ലാത്ത നോൺ ടെർബോ സിയറയ്ക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ലേറ്റസ്റ്റ് സിയറ വന്നപ്പോഴത്തേനും ഈ ബമ്പറൊക്കെ പോയി, കാണാൻ ഭംഗിയില്ലാത്ത മെനയിട്ട ബമ്പറായി. പിന്നെ അതിനകത്ത് ഒരു സംഭവം എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് അങ്ങനെ അയച്ചടിക്കാൻ പോകട്ടോ. എൻ്റെ മോനെ കണ്ടില്ലേ, ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോൾ വഴി കംപ്ലീറ്റ് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടിക്കകത്തേക്ക്. ഇതാണ് ഭാഗ്യം, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെയും ഈ രണ്ട് ഹോളാണുള്ളത്. അപ്പോൾ ഇത് മതി. ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങി ഇതുവഴി വന്ന് ഇതേ കൂടെ എല്ലായിടത്തും കൂടി ആയി. ആകെ ഗതിയും വിധിയും കെട്ടായിരുന്നു വെള്ളം വീണിട്ട്.
പിന്നെ കാണുകയില്ല. അതായത് നമ്മുടെ വണ്ടിയുടെ ജോയിൻറ്റുകൾ കംപ്ലീറ്റ് ആണ് വെച്ചേക്കുന്നത്. അതൊക്കെ പഴയ വണ്ടികളാണ് അങ്ങനെ ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ സോൾഡർ ചെയ്യുന്ന സെയിം പരിപാടിയിലുള്ള ഇത് കണ്ടോ, താഴെ വീണ ഉരുക്കി വീണുകൊണ്ടിരിക്കുക. അതായിട്ട് നമ്മുടെ വണ്ടിയുടെ ടോപ്പ് ചെയ്തിരുന്നത് കണ്ടോ, ഈ കാണുന്ന പീസാണ്. പീസ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരുന്നത്. അതായത് പേസ്റ്റ് അല്ല, ആണ് ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് ഒരു ചാടി പോകുന്നത്. അതായത് ടോപ്പിലെ വെൽഡിങ് വരുന്നത് ഇവിടെയാണ്, ടോപ്പിൻ്റെ ഇത് ചെയ്തിരുന്നത് കൊണ്ട്. ഇതെന്താ ബ്രോ സാധനം? ഓക്കെ. അതേ കാശ് അവിടെ ഒരു ആക്സിഡൻറ്റ് വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിന് വേണ്ട പാർട്സുകളൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. മാരുതിയുടെ ജെനുവിൻ പാർട്ടാണ് ഓർഡർ ചെയ്ത് വരുത്തിച്ചാണ് ബ്രോ. ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് പണിയാണല്ലേ? ക്ലെയിം ചെയ്യാണ്ട് പണിയാണ്. ക്ലെയിം ചെയ്യാണ്ട് പണിയാണ്. അപ്പോൾ ഇൻഷുറൻസ് ഫുൾ കവർ അല്ല ഒന്നും അല്ലേ? തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളതാണ്. അപ്പോൾ ഇത് പുറത്തുനിന്ന് എടുത്തേക്കണേ അല്ലേ? അതായത് ജെനുവിൻ പാർട്ട് പുറത്ത് സായി സർവീസിൽ നിന്ന് എടുത്തേക്കുന്നത് കിട്ടോ? ഒറിജിനലാണല്ലേ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഏകദേശം ഈ റേറ്റ് തന്നെ വരും. ഇനി എന്താ കിട്ടാണ്ടായിനി? കിട്ടിയില്ലേ? ഓ, ബോണറ്റിൻ്റെ ഹിഞ്ചില്ലേ? ഇത് ബോണറ്റിൻ്റെ ഹിഞ്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഹിഞ്ചസ് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹ്യുണ്ടായി ഇവിടുന്ന് വർക്ക് ചെയ്ത് പോയായിരുന്നു. മറ്റേ എന്താ നിയോസ് അല്ലേ? ആക്സെൻറ്റോ വൈൻഡർ. ഓക്കെ. അപ്പോൾ എല്ലാ സാധനങ്ങളും ജെനുവിൻ പാർട്സ് ഇട്ടിട്ടാണ് എല്ലാം ചെയ്യണം കേട്ടോ, വർക്ക് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഹിഞ്ചസിനൊന്നും തീരെ കനമില്ല അല്ലേ? കട്ടിയില്ലാത്ത സാധനം കേട്ടോ മാരുതിയുടെ. ഉണ്ടോ? വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് ഒരു 150 ഗ്രാം അല്ലേ, 200 ഗ്രാം അത്രേ ഉള്ളൂ ഈ ഒരു ഹിഞ്ചെന്ന് പറയുന്നത്. അത്ര ഉണ്ടോ എന്നുള്ള സംശയം. അപ്പോൾ ഇതേ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാം. ബ്രോ, ഇത് ഏകദേശം എത്ര ദിവസമായി വണ്ടി നിർത്തിയിട്ടിട്ട്? 3 മാസം. ഓക്കെ. അപ്പോൾ ഒരു 3 മാസത്തിന് ശേഷം യാതൊരുവിധ സാധനങ്ങളില്ല. അതായത് എയർ ഫിൽറ്റർ ഇല്ല, ടെർബോൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. എങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. ബാറ്ററി വയർ ഉണ്ടല്ലേ? അത് പോസിറ്റീവ്. ഇത് പോസിറ്റീവ്. ന്യൂട്രാണോ വണ്ടി? ന്യൂട്രായിക്കട. ടാങ്ക് അയച്ചു വിട്ടായിരുന്നു. ടാങ്ക് അയച്ചു. ഡീസൽ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡീസൽ ഉണ്ടോ?
അത് ഭയങ്കര പിടുത്തമുണ്ട്. അതിൽ ഡീസൽ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടി വയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വണ്ടിയിൽ ഒരു വയറിങ്ങും ഇല്ല. ആക്ച്വലി ഇതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ആ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആക്ച്വലി ഇന്നൊരു വണ്ടി വയറിങ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ വന്നില്ല. അപ്പോൾ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മാറും. എങ്ങനെ മാറ്റാം? ബ്രേക്കും കാര്യങ്ങളും പമ്പ് ചെയ്താക്കാനായിട്ട് നമ്മളിതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ 18-19. വേണ്ട വേണ്ട, സെറ്റായി. നോക്കിയോ അതൊക്കെ ഞാനാ അതിനൊന്നത്തെ കൊടുത്താൽ ന്യൂട്രാണോ വണ്ടി? ഒന്ന് ഹീറ്റാകണം. ആദ്യം ഒന്ന് അടിച്ചു നോക്കാം വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ. ഏത് ചാട്ടാലും സ്റ്റാർട്ടാവട്ടെ. ചാട്ടം ഉണ്ടത് ഞാൻ ഇറക്കിയിടുമ്പോൾ എടുത്തിടുമ്പോൾ കൊടുത്തില്ലല്ലേ? സ്പാനറാണോ? ഇത് എത്രയാണ്? 12-13. ഇതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ മെയിൻ കണക്ഷൻ എടുപ്പെടുത്ത് കൊടുത്തോണ്ടിരിക്കും. ഇപ്പോൾ വണ്ടി ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. അത് നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. അവിടെ ഇവിടെയാണ് ഇതിൻ്റെ ഹീറ്റിംഗ് പ്ലഗ് കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ടർബോൻ്റെ ഒരു ശബ്ദം കേൾപ്പിച്ചു തരാം. എത്തിച്ചിട്ടുണ്ട്.
ഏകദേശം അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം ബ്രേക്കൊക്കെ ബ്ലീഡ് ചെയ്യാനുണ്ട്, കുറേ പണികളുണ്ട്. ബ്രേക്ക് ഉണ്ടോ ചവിട്ടിയൊക്കെ? ഇല്ല അല്ലേ, ബ്ലീഡ് ചെയ്യണം. ക്ലച്ച് നോക്കിയൊക്കെ, ക്ലച്ച് ഉണ്ടാവും. ഇല്ല, ക്ലച്ചിൻ്റെ വന്നില്ല. ക്ലച്ച് ഓക്കെ അല്ലേ? ഇതിൻ്റെ ബ്രേക്കും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ബ്രേക്ക് ഓയിലുകൾ, അതിന് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ആ, കൊടുത്താൽ മതി. അതെ, വണ്ടി നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് പോട്ടെ, കാരണം എന്താ പറയുക, എഞ്ചിൻ ലൈനൊന്നും ഇല്ലാത്തതുകൊണ്ട്, റേഡിയേറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അയച്ചിട്ടേക്കാണ്. റേഡിയേറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യാനുള്ള പിള്ളേരെത്തും അല്ലേ, കുറച്ച് കഴിയുമ്പോൾ വെച്ചാൽ അവർ ബാക്കി ബ്രേക്കിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ തീരണ്ടായിരുന്നു. ആക്ച്വലി ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ഇവിടെ ഇട്ടിട്ട് പോയതാട്ടോ വർക്ക്. അപ്പോൾ ബ്രേക്കിൻ്റെ പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മല്ല് പിടിച്ച പരിപാടികളാണ്. വണ്ടിയുടെ അടിയിൽ കയറിയിട്ട് ബ്രേക്കിൻ്റെ എയർ എടുക്കണം, എല്ലാ പൈപ്പും അങ്ങനെയൊക്കെയുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു വർക്കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിടാം അല്ലേ ബ്രോ? വയറിങ്ങിന് പോകാനാ? ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞാൽ വയറിങ്ങിനാണോ പോണേ? പെയിൻറ്റിങ്ങിനല്ലേ? പെയിൻറ്റിങ് കഴിഞ്ഞിട്ടല്ലേ? ഓക്കെ. നാശാക്കില്ലേ? അപ്പോൾ വയറിങ് കഴിഞ്ഞിട്ടാണ് പെയിൻറ്റ് ഫൈനൽ അടിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഓക്കെ നമുക്കുള്ളത് ഔട്ടർ മാത്രമേ ഉള്ളൂ. വയറിങ് കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാണ്ടല്ലോ അല്ലേ എല്ലാതും. അപ്പോൾ പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട് തന്നെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പവർ വിൻഡോ അതേപോലെയുള്ള സകല സാധനങ്ങളും സെറ്റ് ചെയ്ത് എല്ലാം വർക്കിംഗ് പ്രോപ്പറാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഫൈനൽ കോട്ട് അടിക്കുകയുള്ളൂ. ഫൈനൽ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വണ്ടി വേറൊരു സ്ഥലത്തേക്ക് വർക്കിനോ അങ്ങനെ ഒന്നിനും വിടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിടന്നോളൂ. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് വിട്ട് കഴിയുമ്പോൾ ആണല്ലേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ പവർ വിൻഡോയുടെ കണക്ഷനും എല്ലാ സാധനങ്ങളും എടുത്ത് കൊടുത്തിട്ടൊക്കെ വേണം ഫൈനൽ കോട്ട് അടിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.